പശ്ചിമഘട്ടം തകർക്കപ്പെട്ടെന്ന പലയാവർത്തി പറഞ്ഞ പരിസ്ഥിതി പ്രേമി. അവജ്ഞയോടെ ആദ്യം അവഗണിച്ചവർ പിന്നീട് അദ്ദേഹത്തെ കണ്ടത് ആദരവോടെ മാത്രമാണ്. പക്ഷേ വില വെക്കാതിരുന്ന ചില വാക്കുകൾക്ക് വിലയായി നൽകേണ്ടി വന്നത് പല ജീവനുകളാണ്. പശ്ചിമഘട്ടത്തിന്റെ പ്രണയകഥയായ സ്വജീവിതം, പരിസ്ഥിതിയെ പ്രാണനായി കണ്ട പ്രകൃതി സ്നേഹി, പത്മഭൂഷൺ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പഴിചാരിയവരും പരിഹസിച്ചവരും അനവധിയാണ്. അങ്ങോളം ഇങ്ങോളം ഉയർന്നത് വിമർശനങ്ങൾ മാത്രം. അനുകൂലിച്ചത് PT തോമസ് അടക്കം കുറച്ചുപേർ മാത്രം. പരിസ്ഥിതി ശാസ്ത്രജ്ഞനേക്കാൾ പരിജ്ഞാനമുണ്ടെന്ന് വീമ്പ് പറഞ്ഞത് പലരാണ്. മണ്ണുമാന്തി എത്താത്ത നിബിഡവനത്തിൽ എങ്ങനെ ഉരുൾപൊട്ടിയെന്ന് PV അൻവർ. ക്വാറികളുണ്ടായിട്ടും മഴ പെയ്യുന്നുണ്ടല്ലോ എന്ന് തോമസ് ചാണ്ടി MLA. പരസ്യമായി പഴി പറഞ്ഞതിൽ ചിലർ അതിരുകടന്നു. ഇടുക്കി മുൻ MP ജോയ്സ് ജോർജ് ഗാഡ്ഗിലിന് ചാർത്തിയ വിശേഷണം ഇങ്ങനെ: ദുരന്തഭൂമിയിലെ ശവന്തീനി കഴുകൻ. പക്ഷേ പരിണിതഫലമറിയാൻ അധികകാലം വേണ്ടി വന്നില്ല. പ്രളയമായും പേമാരിയായും കേരളത്തിൽ കാലം കലിതുള്ളി. ഉരുൾപൊട്ടലുകൾ, ഉയരറ്റ ജീവനുകൾ, ഉറ്റവരുടെ നിലവിളികൾ, ഉള്ളുലച്ച കാഴ്ചകൾ. കൺമുന്നിൽ കദനത്തിരകൾ, ഇനിയെന്നോ പുലരും പുതുനാൾ. വർഷങ്ങൾക്കിപ്പുറം ആ വാക്കുകൾ വീണ്ടും ചർച്ചയായി. അവജ്ഞയോടെ അവഗണിച്ചവർ ആദരവോടെ ഏറ്റുപറഞ്ഞു, ഗാഡ്ഗിലായിരുന്നു ശരി. പ്രകൃതിയോട് ചെയ്തു കൂട്ടിയതിനെല്ലാം മനുഷ്യൻ അനുഭവിക്കുന്ന കാലമാണ്. മറക്കരുത് മാധവ് ഗാഡ്ഗിലിൻ്റെ വാക്കുകൾ. ഓർമ്മിക്കുന്നത് ദുരന്തങ്ങളിൽ നോവറിയുമ്പോൾ മാത്രമാകരുത്. ഓരോ തവണ വിസ്മരിക്കപ്പെടുമ്പോഴും ആ പേര് വീണ്ടും ഓർമ്മിപ്പിക്കാൻ കാലം അവസരമൊരുക്കാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ജനം.